പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഫോണിലൊന്ന് റീല് നോക്കാൻ വേണ്ടിയിട്ട് തുറന്നതാണ്. ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴും അതേ അവസ്ഥയിലാണ്. ഒരു ടോപ്പിക്ക് പോയിട്ട് ഒരു പേജ് പോലും പഠിച്ചു കഴിഞ്ഞില്ല. ഈ അവസ്ഥ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാം റീൽസ് കാരണമായിക്കോട്ടെ, യൂട്യൂബ് ഷോർട്സ് കാരണമായിക്കോട്ടെ, ഗെയിമിംഗ് അഡിക്ഷൻ കാരണമായിക്കോട്ടെ, ഈ സോഷ്യൽ മീഡിയ അല്ലെ ഗെയിമിംഗ് അഡിക്ഷൻ നിങ്ങളുടെ പഠനത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. എങ്ങനെ ഈ ഒരു അഡിക്ഷനെ നമുക്ക് നേരിടാം, എങ്ങനെ നമുക്ക് അത് ലൈഫിൽ നിന്ന് ഒഴിവാക്കാം, അറ്റ്ലീസ്റ്റ് ഈ എക്സാം ടൈമിലെങ്കിലും നമുക്ക് അതിനെ മാറ്റി നിർത്താം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇനി വെറും 30 ദിവസമേ ഉള്ളൂ നമുക്ക് നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 30 ദിവസത്തിലെ ഓരോ നിമിഷവും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഓരോ നിമിഷവും ഒരുപക്ഷെ നിങ്ങളിപ്പം സക്കർബർഗ് ചേട്ടനായിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഓരോ നിമിഷവും അദ്ദേഹത്തിന് കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ സ്വന്തം ഫ്യൂച്ചറിന് കടം വാങ്ങുന്നതാണ് അല്ലെങ്കിൽ അടിച്ചു മാറ്റുന്നതാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഒരു നിമിഷം പോലും ഇനി അങ്ങോട്ട് സക്കർബർഗ് ചേട്ടന് കൊടുക്കാതെ സ്വന്തം ലൈഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാൻ തീരുമാനിക്കാം. അതിനുള്ള ടെക്നിക്സ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ ഫുള്ളായിട്ട് കാണാം. യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തു. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കാനിരിക്കുമ്പം നമുക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് സ്ക്രോൾ ചെയ്യാൻ തോന്നുന്നത്, എന്തുകൊണ്ടാണ് ആ ഒരു ഇമ്പൾസ് ഭയങ്കരമായിട്ടുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ സ്ട്രെസ് ആക്ടിവിറ്റി ഒന്നുമില്ല, റിലാക്സാക്ഷൻ ആക്ടിവിറ്റി ഒന്നുമില്ല. പ്രത്യേകിച്ച് എക്സാമിന് പഠിക്കാന്ന് പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ ബോഡിയും നമ്മുടെ ബ്രെയിനും ഭയങ്കര സ്ട്രെസ്ഡ് ആവും. അങ്ങനെ ബ്രെയിൻ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ബ്രെയിനിന്റെ ലോജിക്കൽ തിങ്കിങ്ങിന് പാർട്ട് ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. അത് മെല്ലെ ഷട്ട് ഡൗൺ ചെയ്യും. എന്നിട്ട് നമ്മുടെ ഇമോഷണൽ കൺട്രോൾ സിസ്റ്റമായ ലിംബിക് സിസ്റ്റം, അതിൽ കുറേ കാര്യങ്ങളുണ്ട്, അതങ്ങോട്ട് കൂടുതൽ ആക്ടിവേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ ലോജിക്കലി ആയിരിക്കില്ല ചിന്തിക്കുക. നമുക്കറിയാം നമുക്ക് പഠിക്കണമെന്ന്, പരീക്ഷ വരാൻ പോവാണ്, പക്ഷെ എങ്കിലും നമുക്ക് ആ ഒരു ഇമ്പൾസീവായി നമ്മൾ എന്ത് ചെയ്യും, ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്തേ തീരുള്ളൂ നമുക്ക്. കാരണം ആ സമയത്ത് നമ്മുടെ ലോജിക്കൽ ഭാഗമല്ല നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഇമോഷണൽ ഭാഗമാണ്. ഇമോഷണൽ ഭാഗം എപ്പോഴും എന്ത് ചെയ്യാൻ നോക്കുക, മാക്സിമം നമുക്ക് പ്ലഷർ തരാൻ വേണ്ടിയിട്ടാണ് നോക്കുക. ആ പ്ലഷർ എപ്പോഴാണ് കിട്ടുക, നമ്മൾ ഗെയിം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭയങ്കര പ്ലഷർ കിട്ടുക. ആ ഒരു കാര്യത്തിനെയാണ് കൂടുതൽ നമ്മുടെ ബ്രെയിന് എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ്. ഇനി ചിലവർ വിചാരിക്കും ഓക്കെ അങ്ങനെയാണോ കാര്യം, എന്നാൽ നമുക്ക് നല്ലൊരു വിൽ പവർ ഉണ്ടെങ്കിൽ, അല്ലെ പഠിക്കണം നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ, പഠിക്കണം നല്ലൊരു തീരുമാനം ദൃഢമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ വിൽ പവർ നമ്മളെ ഈ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടുത്തും നമ്മൾ വിചാരിക്കും. പക്ഷെ റിയാലിറ്റീസ് ഈ വിൽ പവർ ആക്ച്വലി അത്ര സ്ട്രോങ് ആയിട്ടുള്ള കാര്യമല്ല. ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. വിൽ പവർ എന്ന് പറഞ്ഞാൽ ചില ഫോണിന്റെ ഒക്കെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ചെയ്യില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ് ഈ വിൽ പവർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഡേ സ്റ്റാർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല വിൽ പവർ ആയിരിക്കും, പക്ഷെ മെല്ലെ മെല്ലെ ആ വിൽ പവർ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ വിൽ പവറിലാണ് നിങ്ങൾ റിലൈ ചെയ്യുന്നെങ്കിൽ ഈ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനും നന്നായി പഠിക്കാൻ വേണ്ടിയിട്ടും അത് നല്ലൊരു സ്ട്രാറ്റജി അല്ല. നമുക്ക് ആക്ച്വൽ സോളിഡ് ടെക്നീക്സ് വേണം. എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ അഡിക്ഷനിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെട്ട് നന്നായി പഠിക്കാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആദ്യത്തെ സിമ്പിൾ ടെക്നിക്കാണ് 90 സെക്കൻഡ്സ് റൂൾ എന്ന് പറഞ്ഞിട്ട്. എന്താ 90 സെക്കൻഡ് റൂൾ പറയുന്നത്? ഇത്രേ ഉള്ളൂ. നമുക്ക് ഒരു ഏർജ് വരും അല്ലേ, പഠിക്കാനിരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും ആ ഇൻസ്റ്റാഗ്രാം റീല് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വാട്സപ്പ് എടുത്ത് വെറുതെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഏർജ്, ആ ഒരു ആവശ്യം പെട്ടെന്ന് ഇങ്ങോട്ട് വരിക. സൈക്കോളജിയിൽ ഇതിനെ കമ്പയർ ചെയ്യുന്നത് ഒരു വലിയ തിരമാല നമ്മുടെ മേത്തേക്ക് വരുന്ന പോലെയാണ്. ഈ തിരമാലയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഏർജ്. ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതാണ് ഈ ഏർജ്, ഈ തിരമാല ഇതേ ഹൈറ്റിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. പക്ഷെ റിയാലിറ്റി എന്താണ്, ഇതിന് മാക്സിമം ഹൈറ്റിൽ നിന്ന് ഇത് താഴേക്ക് വീണോളൂ ഇവൻച്വലി. അത് കുറേ സമയം എടുക്കുമെന്നില്ല, അത് പെട്ടെന്ന് തന്നെ വീഴും. അതേപോലെയാണ് നമുക്ക് വരുന്ന ഓരോ ഏർജസും. നമ്മൾ വിചാരിക്കുക എന്താണ്, ഇപ്പം ഇൻസ്റ്റാഗ്രാം നോക്കിയില്ലേ ശരിയാവില്ല, നമുക്ക് പറ്റില്ല എന്നൊക്കെ തോന്നും. പക്ഷെ ആ ഏർജ് ഓട്ടോമാറ്റിക്കലി ഡ്രോപ്പ് ചെയ്യും, അത് ഇല്ലാതെ ആയിക്കോളും. മിക്ക സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഏർജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെ പോകാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കില്ല. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ കാര്യം കൊണ്ട് ചെയ്തിരിക്കും. ഇതാണ് നമ്മുടെ ശീലം. ഈ ശീലത്തിനൊരു പ്രശ്നമുണ്ട്. അത് ബൈ ഡെഫിനിഷൻ ശീലമായി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ അതല്ലാത്തൊരു പോസിബിലിറ്റിനെ ചിന്തിക്കുക പോലും ഇല്ല. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഈ 90 സെക്കൻഡ് റൂൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഈ ഏർജ് മിക്ക സമയത്തും ഒരു 90 സെക്കൻഡ്സ് ടു 2 മിനിറ്റ്സ് വരെയൊക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റ് വരെ ആ ഏർജ് മിക്ക സമയത്തും ഉണ്ടാവുള്ളൂ. നിങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ആ ഒരു 2 മിനിറ്റിൽ നിങ്ങൾ അതിന് പുറകെ പോവാതിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ തിരമാല എന്താണ്, താഴ്ന്നോളൂ, നിലത്ത് വീണോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പഠനമായിക്കോട്ടെ അല്ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 90 സെക്കൻഡ്സ് പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്, നമ്മുടെ ശീലം എന്താ, ആ ഏർജ് വരുമ്പോൾ തന്നെ നമ്മൾ ഫോൺ എടുത്ത് നോക്കും, അല്ലെ ആ ഏർജ് വരുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ പോകും. അപ്പോൾ ആ ഒരു ശീലത്തിനെ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് തുടങ്ങണം. ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലും, കാരണം നിങ്ങൾ ജോലി കിട്ടുമ്പോഴും കോളേജിൽ എത്തുമ്പോഴും ഒക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പല ടൈപ്പ് ഏർജസ് ആയിരിക്കും ഉണ്ടാവുക. അതിനൊക്കെ ഫൈറ്റ് ചെയ്യാൻ ഈ ഒരു 90 സെക്കൻഡ് റൂൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് കാര്യമാണ് പല കുട്ടികളും ഉണ്ടാക്കുന്ന മറ്റൊരു മിസ്റ്റേക്ക്. അതായത് ഈ ഇൻസ്റ്റാഗ്രാമും ഈ ഒരു
പരിപാടികളൊക്കെ ഫുള്ളായിട്ട് നിർത്തി ഞാൻ ഇനി പഠിക്കുക മാത്രമേ ഉള്ളൂ, ഞാൻ അടുത്ത 3 മണിക്കൂർ 4 മണിക്കൂർ ഞാൻ പഠിക്കുക മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്യാൻ പോയില്ല എന്ന് തീരുമാനിക്കുന്നു. അതും വലിയൊരു ബ്ലണ്ടറാണ്. അതിൻ്റെ കാരണം എന്താണ്? നമുക്ക് ബൈ ഡിഫോൾട്ട് ഒരു കാര്യത്തിൽ ഒരു 90 മിനിറ്റ്സിൻ്റെ മുകളിൽ 1.5 മണിക്കൂറിന് മുകളിലൊന്നും ഫോക്കസ് ചെയ്യാൻ ആക്ച്വലി പറ്റില്ല. 1.5 മണിക്കൂറിന് മുകളിൽ നിങ്ങൾ അത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോക്കസ് മെല്ലെ മെല്ലെ പോകും. അപ്പം അങ്ങനെ നിങ്ങൾ ഫോഴ്സ്ഡ് ആയിട്ട് നിങ്ങൾ കൂടുതൽ സമയവും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പോകുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എഫക്റ്റീവ് ആയിരിക്കില്ല, നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവില്ല, നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് നിങ്ങൾ വീണ്ടും ആ ഒരു പരിപാടി നിർത്തുന്ന ഒരു വട്ടായിട്ട് ഫ്രസ്ട്രേഷനോടുകൂടെ നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റഗ്രാം വീണ്ടും ആ ഒരു അഡിക്ഷനിലേക്ക് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിയുമ്പോഴും നിങ്ങൾ പഠിക്കുന്നതിനിടയിൽ റീസണബിൾ ആയിട്ടുള്ള ബ്രേക്കുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. ആ ബ്രേക്കുകൾ നിങ്ങൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇത് ലോങ് ടേമിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബ്രേക്ക് എന്ന് പറയുമ്പോൾ വീണ്ടും നിങ്ങൾ അഡിക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ ബിഹേവിയറിലേക്ക് ഒരിക്കലും പോകരുത്. അതായത് ഞാൻ 1.5 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി ഞാൻ 10 മിനിറ്റ് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യും, അല്ലെ 10 മിനിറ്റ് ഞാൻ ഗെയിം കളിക്കും, അല്ലെ 15 മിനിറ്റ് ഗെയിം കളിക്കും. ഈ രീതിയിൽ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കും. ആ പ്രശ്നമാണ് ഡോപ്പമൈൻ സ്പൈക്ക് ആൻഡ് ക്രാഷ്. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ ഡോപ്പമൈൻ ഒന്നും ഇല്ല, കാരണം പഠനം ഇസ് നോട്ട് ഹൈ റിവാർഡ് ലോങ് ടേമിലാണ്, അല്ലാണ്ട് ഷോർട്ട് ടേമിൽ ലോ റിവാർഡ് ആണ് അല്ലേ. അപ്പോൾ ലോ റിവാർഡ് ആക്ടിവിറ്റി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ ചെയ്തു, ഇനി നമ്മൾ 15 മിനിറ്റ് ഇൻസ്റ്റഗ്രാം നോക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ പ്രശ്നം, ആ തീരുമാനിക്കും മുതൽ തന്നെ നമ്മുടെ ബ്രെയിനിൽ എന്താണ് ഡോപ്പമൈനും അതുപോലെ പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് നമുക്ക് പ്ലഷർ തരുന്നത്, അതങ്ങനെ സ്പൈക്ക് അടിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നിർത്തി വീണ്ടും പഠിക്കാൻ വേണ്ടി പോകുമല്ലോ, അപ്പോഴത്തേക്കും അതെന്ത് ചെയ്യും? കാര്യമായിട്ട് ക്രാഷ് ചെയ്യും. അപ്പം മിക്ക ആൾക്കാരും വിചാരിക്കുക എന്താ, ക്രാഷ് ചെയ്ത് 0 ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നാൽ മതി. പക്ഷെ ഒരിക്കലും ക്രാഷ് ചെയ്തിട്ട് 0 അഥവാ ബേസ് ലൈൻ ഡോപ്പമൈൻ ലെവൽ ഉണ്ട്, നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബേസ് ലൈൻ ഉണ്ട്, അതിൻ്റെ താഴേക്ക് കാര്യമായിട്ട് പോകും. ഇതിനെയാണ് നമ്മൾ ഡോപ്പമൈൻ ക്രാഷ് എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെയാണ് പല സമയത്തും നമുക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഗെയിമിംഗ് പോലത്തെ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ ഒരു മൂഡും ഉണ്ടാവില്ല. ഇതിൻ്റെ കാരണം നിങ്ങളുടെ ബ്രെയിൻ അത്രയ്ക്കും അണ്ടർ സ്റ്റിമുലേറ്റഡ് ആണ്, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി തോന്നുന്നില്ല. നാച്ചുറലി നമ്മുടെ ബ്രെയിൻ എന്താ പറയുക, ഈ പഠിച്ചിട്ടൊന്നും നമുക്ക് തിരിച്ച് ഡോപ്പമൈൻ കിട്ടില്ല. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഡോപ്പമൈൻ വീണ്ടും കിട്ടാൻ വേണ്ടിയുള്ള മാർഗ്ഗം എന്താ? വീണ്ടും സ്ക്രോൾ ചെയ്യുക, വീണ്ടും ഗെയിം കളിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ആ ലൂപ്പിൽ പെട്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്ക് എടുക്കണം. പക്ഷെ ആ ബ്രേക്ക് ഒരിക്കലും നിങ്ങൾക്ക് കൂടുതൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റിയിലേക്ക് ആവരുത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ബ്രേക്ക് എടുക്കുമ്പോൾ നല്ല ബ്രേക്ക്, മോശം ബ്രേക്ക് എന്നുള്ള രീതിയിൽ പഠനത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇതിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഇവിടെ കൊടുത്തിരിക്കുന്ന മോശം ബ്രേക്സ് ആണ് ഒരു സ്റ്റഡി കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കും കേട്ടോ. റീൽസ് നോക്കുക, ഷോർട്സ് നോക്കുക, ഒക്കെ ഹൈ ഡോപ്പമൈൻ സ്പൈക്ക് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ക്രാഷും തരുന്ന കാര്യങ്ങളാണ്. നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, പിന്നെ പെട്ടെന്ന് ഒരു ഗെയിമൊക്കെ കളിക്കാം, ഫോൺ എടുത്തിട്ട് ഒറ്റ ഗെയിം കളിക്കാം, ഒരു കോൾ ഓഫ് ഡ്യൂട്ടി ഒരു ഗെയിം, അങ്ങനെയൊക്കെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം, നമ്മൾ വിചാരിക്കും നമ്മൾ പഠിക്കുന്നതിൻ്റെ റിവാർഡായിട്ട് നമുക്ക് കിട്ടില്ലേ, പഠിക്കുന്നു റിവാർഡ് അങ്ങനെ വിചാരിക്കുമെങ്കിലും നിങ്ങൾക്ക് തിരിച്ച് ആ പഠനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടും അതിൽ കോൺസെൻട്രേഷൻ കിട്ടാൻ ഭയങ്കര നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. നിങ്ങൾ മൊത്തം പരിപാടി കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നേരെ മറിച്ച് നല്ല ബ്രേക്കുകൾ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഡോപ്പമൈൻ സ്പൈക്കും തരാത്ത, എന്നാൽ ഒരു റിലാക്സേഷൻ ഒക്കെ തരുന്ന, നമ്മുടെ മൈൻഡിനും നമ്മുടെ ബ്രെയിനിനും ഒരു റിലാക്സേഷൻ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. നടക്കുക, അല്ലെങ്കിൽ വല്ല പുഷപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഇതിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് അത് ചെയ്യുക. NSDR യോഗനിദ്ര പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് അത് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് അത് ചെയ്യുക, ചായ കുടിക്കുക, കോഫി കുടിക്കുക. അങ്ങനെ ലോ സ്റ്റിമുലേഷൻ തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോപ്പമൈൻ സ്പൈക്കും വരില്ല, ഈ ഡോപ്പമൈൻ ക്രാഷും വരില്ല. നിങ്ങൾ പഠിക്കേണ്ട സമയമാകുമ്പോൾ വീണ്ടും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മൂഡിലായിരിക്കും ഉണ്ടാവുക. കാരണം ഇതൊന്നും ഓവർ എൻജോയ്മെന്റ് തരുന്ന കാര്യങ്ങളല്ല. ഓവർ എൻജോയ്മെന്റ് തരുന്ന കാര്യങ്ങൾ നിങ്ങളായ ബ്രേക്കിൽ ചെയ്യാൻ പോയാൽ പിന്നെ പഠിക്കുന്നത് വിൽ ഫീൽ വെരി അണ്ടർവെൽമിങ്. പഠിക്കാൻ പറ്റില്ല എന്നാണ് റിയാലിറ്റി. അപ്പോൾ ബ്രേക്ക് എടുക്കണോ? തീർച്ചയായിട്ടും എടുക്കണം. പക്ഷേ ഈ രീതിയിലുള്ള നല്ല ബ്രേക്കുകൾ എടുക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. ഇനി ഇതൊക്കെ കേട്ടിട്ട് ചില കുട്ടികൾ ചിന്തിക്കുന്നുണ്ടോ, ഈ ടെക്നിക്കൊക്കെ നടക്കുമോ? എനിക്കിതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ഇങ്ങനത്തെ പല ഐറ്റംസ് ഒക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് നോക്കിയതാണ്, ഇത് എന്നിട്ടൊന്നും വർക്ക് ആവുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? നിങ്ങൾക്കുള്ള സൊല്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇതൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്, കുറച്ച് ഇൻസ്റ്റഗ്രാം ഇതൊക്കെ അല്ലേ, കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിടുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗം, നിങ്ങളുടെ ശീലത്തിൻ്റെ ഭാഗമായി മാറും. ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് സമയത്തും നിങ്ങളുടെ അഡൽട്ട് ലൈഫിലും നിങ്ങൾ ജോലിയുള്ള സമയത്തും ഒന്നും നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ഓൾറെഡി പല ആൾക്കാരും ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ രസകരമായുള്ള കാര്യം, അവരുടെയൊക്കെ ചെറുപ്പകാലം അങ്ങനെ അല്ലായിരുന്നു. അവർക്ക് ഇൻസ്റ്റഗ്രാമോ ഫോണോ അല്ലെങ്കിൽ ഇതുപോലത്തെ അഡിക്ഷനുള്ള ഒരു ടെക്നോളജി ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ട് വരെ ഇപ്പോൾ പ്രായമാകുമ്പോൾ എന്താണ് ഭയങ്കര അഡിക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ
സ്വഭാവം മാറുന്ന പല എന്നെ പോലത്തെ പ്രായമുള്ള അല്ല എന്നെക്കാളും പ്രായമുള്ള ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും ചെറുപ്പത്തിൽ കുറെ ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ജനറേഷൻ ഫ്യൂച്ചറിൽ എത്തുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. പക്ഷെ ഓവർ ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, ഫോൺ അഡിക്ഷൻ നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതമാണ്, ഒരു ചെറുപ്പകാലമാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി വളരെ നല്ല ഒരു അഡൽട്ട് ലൈഫിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത് വളരെ മോശമായുള്ള ചാൻസ് ആണുള്ളത്. അത് സയന്റിഫിക്കലി ഇതുവരെ സ്റ്റഡി ചെയ്യപ്പെട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു ജനറേഷൻ ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും അതൊരു പ്രശ്നമല്ല, തന്നെ അങ്ങനെ പോയിക്കോളും എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അത് കാരണം നിങ്ങളുടെ പഠനവും വളരെ രീതിയിൽ എഫക്റ്റ് ആവുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ സൊല്യൂഷൻ നിങ്ങളിൽ നിന്ന് മാക്സിമം അകൽച്ച ഉണ്ടാക്കുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് പല രീതിയിൽ ചെയ്യാം. ഏറ്റവും സിമ്പിൾ രീതി എന്താണ്? ഈ പറഞ്ഞ ഗെയിംസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ ആപ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. നല്ല നല്ല ബ്ലോക്കേഴ്സ് ആപ്പുകളുണ്ട്, അതൊക്കെ ഡൗൺലോഡ് ചെയ്യുക. അതിലൊരു പാസ്വേഡ് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ കൊണ്ടോ അല്ല നിങ്ങളുടെ ചേച്ചിമാരോ ചേട്ടന്മാരെ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് അല്ലെ ഫ്രണ്ട്സിനെ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് ആ ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആയ രീതിയിൽ ബ്ലോക്ക് ചെയ്യുക. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും എന്താണ് ഇൻസ്റ്റാൾ ഒന്നും ചെയ്യാനും പറ്റില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ ഭയങ്കര ടെക്നോളജിൻ്റെ ആളാണ്, നിങ്ങൾക്ക് അറിയാം ഞാൻ എങ്ങനെയൊക്കെ എൻ്റെ ഏർജ് വരുന്ന സമയത്ത് ഞാൻ അതൊക്കെ കൂടി ഉപയോഗിക്കുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ഫോൺ തന്നെ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് ഒരു ഡേയിൽ ഒരു പഠിക്കുന്ന സമയം ഉണ്ടാവല്ലോ, 4-5 മണിക്കൂർ, ആ സമയത്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് അടുത്ത് കൊടുത്ത് ഏതെങ്കിലും ലോക്കറോ എല്ലാം പൂട്ടി വെക്കാൻ പറയണം. അത് എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും തരരുതെന്ന് പറയണം. അപ്പൊ വീണ്ടും ഞാൻ ഇവിടെ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾക്ക് വിൽ പവർ ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് പഠിക്കുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, നിങ്ങൾ ഡ്രീമിനെ പറ്റി ചിന്തിക്കണം, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താ, അതൊന്നും റിയാലിറ്റീസ് അതൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ടെമ്പററി സൊല്യൂഷനാണ്. ടെമ്പററി ആയിട്ട് നമുക്ക് തോന്നും. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിനെ പ്രൗഡാക്കണ്ടേ, നമുക്ക് പ്രൗഡ് ഉണ്ടാക്കി നല്ല ജോലി വേണ്ടേ, A+ വേണ്ടേ, മറ്റേത് വേണ്ടെന്നൊക്കെ നമുക്കിങ്ങനെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു മോട്ടിവേഷനും ടെമ്പററി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതൊന്നും റിയാലിറ്റി സൊല്യൂഷൻ അല്ല. റിയാലിറ്റി സൊല്യൂഷൻ ഇസ് നിങ്ങളുടെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യാന്നേ ഉള്ളൂ. അപ്പം അതിൽ ഏറ്റവും സിമ്പിൾ ആയ രീതിയിൽ ഞാൻ പറഞ്ഞു, ആപ്പ് ബ്ലോക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ സിമ്പിൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം ചെയ്യാം, ലോഗ് ഔട്ട് ചെയ്തിട്ട് പാസ്വേഡ് ഒന്ന് സേവ് ചെയ്യാത്ത രീതിയിൽ ഫോണിലാക്കി വെക്കുക. എന്നിട്ട് ഓരോ പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആപ്പ് ഡിലീറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഫ്രിക്ഷൻ കൂട്ടുകയാണ്. ബ്രെയിനിന് ഫ്രിക്ഷൻ ഇഷ്ടമില്ല. ബ്രെയിനിന് എന്താ ഇഷ്ടം? ഇൻസ്റ്റാഗ്രാം എടുക്കുന്നു, നേരെ റീൽ ചെയ്യുന്നു, അതേ ഇഷ്ടമുള്ളൂ. അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാം വീണ്ടും ഡൗൺലോഡ് ചെയ്ത് അതിൽ ലോഗിൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് അങ്ങനെ നോക്കുന്നത് വേറെ അത്ര ഒരു രസമുള്ള കാര്യമില്ല. അതുകൊണ്ട് ആ അഡിക്ഷൻ്റെ ബിഹേവിയർ കുറയും. ഗെയിമുകളാണെങ്കിലും ഈ രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ പ്രാവശ്യം ഡിലീറ്റ് ചെയ്യുക. സേവ് ഡേറ്റയോടെ കിടന്നോട്ടെ, ഡിലീറ്റ് ചെയ്യുക. ഈ രീതിയിലുള്ള സിമ്പിൾ സൊല്യൂഷൻ മുതൽ അതൊന്നും വർക്ക് ചെയ്യില്ലാന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമെൻറ്റ് വേർ ഫോൺ യൂസേജ് ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈമിൽ ഇല്ലാതാക്കുക, ഫോൺ തന്നെ ലൈഫിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ള മെത്തേഡ്സിലേക്ക് വരെ നിങ്ങൾ ചിന്തിക്കണം. പിന്നെ ഓവറോൾ ഫോൺ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ മെത്തേഡ് സയന്റിഫിക്കലിയൊക്കെ വർക്ക് ചെയ്യുമെന്ന് പറയപ്പെടുന്നത് ഞാൻ ഉപയോഗിക്കാറില്ല, വിച്ച് ഇസ് ഗ്രേ സ്കെയിൽ മോഡിലേക്ക് ആക്കുക. കാരണം നമ്മുടെ ബ്രെയിനിന് എപ്പോഴും എന്താണ് ഈ ഓവർ സ്റ്റിമുലേറ്റിംഗ് കാര്യങ്ങൾ കാണുമ്പോഴാണ് വീണ്ടും അത് ഉപയോഗിക്കാൻ തോന്നുക. ഇതുപോലത്തെ ഗ്രേ സ്കെയിൽ മോഡിലേക്കൊക്കെ ആക്കിയാൽ ഉപയോഗിക്കാനുള്ള ചാൻസ് കൂടും. പക്ഷേ ഇതൊരു ചെറിയ സൊല്യൂഷനാണ്. നിങ്ങളുടെ പ്രശ്നം വളരെ ക്രൂഷ്യലാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ. ഇതുകൂടാതെ ഞാൻ പറഞ്ഞ പോലെ ആ ഏർജ് സർഫിംഗ് എന്ന് പറഞ്ഞ സാധനം, ഇതിന് നമ്മൾ ഏർജ് സർഫിംഗ് എന്നാണ് വിളിക്കുക, ഈ 90 സെക്കൻഡ്സ് റൂളിനെ. അത് നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇവൻച്വലി ഈ പരിപാടിയൊക്കെ ഫോൺ പൂട്ടി വെച്ച് ചില പരിപാടിയൊക്കെ ചെയ്ത് നമ്മൾ എന്തായാലും ഫ്യൂച്ചറിൽ ഫോണും അതുപോലെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ അതിനേക്കാളും വലിയ ടെക്നോളജിയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനോടൊരു അടിമയായിട്ട് നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ റൂൾസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുക. മാത്രമല്ല ഈ ഡോപ്പമിൻ സ്പൈക്ക് ക്രാഷിന്റെ കാര്യം ശ്രദ്ധിക്കുക. പല കുട്ടികളും ശ്രദ്ധിക്കാറില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയാൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നിങ്ങൾക്ക് ആക്ച്വലി പബ്ലിക് എക്സാമിന് പഠിക്കാൻ പറ്റും. നിങ്ങൾ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. മാത്രമല്ല നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിൽ ഇതൊക്കെ പ്രശ്നങ്ങളായി വരുള്ളൂ. ഇതൊക്കെ കോമ്പൗണ്ട് ചെയ്യുന്ന പ്രശ്നങ്ങളായിട്ടാണ് വരാൻ പോകുന്നത്. അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ നല്ല എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ, ഞാൻ ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആക്ച്വലി ഉപയോഗിക്കുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഗെയിമിംഗ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ വരെ പറ്റും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പോസിറ്റീവ് രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ലൈഫിലും കോൺട്രിബ്യൂട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്.